السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, പഠിതാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ഇവിടെ വായിക്കുകയുണ്ടായത്. അവസാനം സുജൂദ് സഹുവുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം ഉണർത്തിയത് വായിച്ച് നമ്മൾ അതിൽ അർത്ഥം മനസ്സിലാക്കുകയുണ്ടായി, ചില മസ്അലകളോടൊപ്പം. ഇനി ഗ്രന്ഥകാരൻ തുടരുന്നത് ജമാഅത്തായി നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്കിപ്രകാരം വായിക്കാം. വതജിബുൽ ജമാഅതു ലിസ്സലവാത്തിൽ ഖംസി അലർ റിജാൽ യഉമ്മു ഫീഹൽ അഖറഉ സുമ്മൽ അഅലമു സുമ്മൽ അസന്നു സുമ്മൽ അഷ്റഫു സുമ്മൽ അഖ്ദമു ഹിജ്റതൻ ഖുദ്ദാമൽ മഅ്മൂമി ഇൻ കാന റജുലൻ വമഅഹുന്നൽ മർഅതു വയസിഹു അൻ യമീനിഹി വയസാരിഹി വലാ യഖിഫുൽ വാഹിദു അൻ യസാരിഹി والمرأة الواحدة تقف خلفه ويعذر في الجماعة بكل عذر تعظم معه المشقة بالحضور. ഇതാണ് ഗ്രന്ഥകാരൻ്റെ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളതായ വരികൾ. നമുക്കതിൻ്റെ അർത്ഥം ചില അനുബന്ധങ്ങളോടൊപ്പം മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വതജിബുൽ ജമാഅത്തു, ജമാഅത്ത് നിർബന്ധമാകും. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ട് നമസ്കരിക്കൽ, അത് നിർബന്ധമാകും. ലിസ്സലവാത്തിൽ ഖംസ്, 5 നമസ്കാരങ്ങൾക്ക്, ബഹ്ർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹ് എന്നീ 5 നമസ്കാരങ്ങളിൽ അവക്ക് ജമാഅത്ത് നിർബന്ധമാകും. അലർ റിജാൽ, പുരുഷന്മാരുടെ മേൽ ജമാഅത്ത് നിർബന്ധമാകും. 5 വഖ്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് എന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത്. പണ്ഡിതന്മാർ പറയും, ജമാഅത്ത് നമസ്കാരം ഫർദ് ഐനാണ്. ഓരോ വ്യക്തിയുടെയും നമസ്കാരക്കാരുടെയും മേൽ ഒഴിവ് കഴിവ് ഇല്ലാത്ത കാലത്തോളം. ഇത് പണ്ഡിതന്മാരിൽ ചിലരുടെ ഹുക്കുമാണ്. എന്നാൽ ചിലർ ജമാഅത്തായിട്ടുള്ള നമസ്കാരം നിർബന്ധമല്ല എന്നാണ്. അത് മിനസുനനിൽ മുഅക്കദ, ബലപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടതാണ് എന്നാണ്. മറ്റു ചില പണ്ഡിതന്മാർ അത് ഫർദു കിഫായയാണ് എന്നാണ്. ദാവൂദ് ബാഹിരി പറഞ്ഞു, അസ്സലാത്തു ഫിൽ ജമാഅത്തി ഫർദുൻ അലാ കുല്ലി അഹദിൻ ഫി ഖാസത്തിഹി കൽ ജുമുഅ. ജുമുഅ നമസ്കാരം പോലെ ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഓരോ വ്യക്തിയുടെയും മേൽ പ്രത്യേകം നിർബന്ധമാകുന്നു. വഹുവ ഖൗലു അതാ ഇബ്നു അബി റബാഹ് വ അഹ്മദ് ഇബ്നു ഹംബൽ വ അബി സൗർ വ ഗൈരിഹിം. അതാ ഇബ്നു അബി റബാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ, അബൂ സൗർ തുടങ്ങി പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഇത് ഓരോ വ്യക്തിയുടെ മേൽ നിർബന്ധം എന്നുള്ളത്, ജമാഅത്ത് നമസ്കാരം. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ ഉറഖിസു ലിമൻ ഖദറ അലൽ ജമാഅത്തി ഫീ തർക്കി ഇത്യാനിഹാ ഇല്ലാ മിൻ ഉദ്രിൻ ഹകാഉ ബിനുൽ മുൻദിർ. ജമാഅത്തിന് കഴിയുന്ന വ്യക്തി അതിൽ ഉപേക്ഷിക്കുന്നതിൽ ഞാനൊരു ഇളവും കാണുന്നില്ല, ഇളവും അനുവദിക്കുന്നില്ല. ഇല്ലാ മിൻ ഉദ്രിൻ, എന്നാൽ ഒഴിവ് കഴിവുണ്ട് എങ്കിൽ ഒഴികെ അത്തരക്കാർക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ വരുന്നതിൽ ഇളവുണ്ട് എന്നാണ്. ജമാഅത്തായി നമസ്കാരം അത് ഫർദ് ഐൻ എന്നതിന് ധാരാളം തെളിവുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അകാരണമായിട്ട് ആയിട്ടുള്ള നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. യുദ്ധ സാഹചര്യത്തിൽ ഭീതിയും പേടിയും ശക്തമായ സമയം പോലും ജമാഅത്തായിട്ട് നമസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക്. യുദ്ധ സമയത്തുള്ള നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, സലാത്തുൽ ഖൗഫിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകരെ, അവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉണ്ട് എങ്കിൽ, അവർക്ക് വേണ്ടി താങ്കൾ നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ അവരിൽ നിന്നൊരു വിഭാഗം താങ്കളോടൊപ്പം നിന്ന് നമസ്കരിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വരെ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഖൗഫിൻ്റെ സമയം, പേടിയുടെ സമയമുള്ള നമസ്കാരമായത് കാരണത്താൽ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ പല കാര്യങ്ങളും ഇല്ലെങ്കിലും ആ നമസ്കാരം സാധുവാകും, ശരിയാകും എന്ന് പറഞ്ഞു. നമുക്കറിയാം, സാധാരണ നമസ്കാരത്തിൽ ഖിബ്ലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഷർത്താണ്. ഖിബ്ലയെ അഭിമുഖീകരിച്ച് നിസ്കരിക്കാത്തവർക്ക് എന്തില്ല, ഒഴിവില്ല. പക്ഷേ
സലാത്തുൽ ഖൗഫിൽ ഖിബ്ലയെ അഭിമുഖീകരിക്കൽ ഷർത്തല്ല. ഖിബ്ലയെ അഭിമുഖീകരിക്കാത്ത ഒരാൾ നിസ്കരിച്ചാലും ഖൗഫിൻ്റെ സമയം നിസ്കരിച്ചാലും ശത്രുവിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം, നിസ്കാരം സാധുവാകും. അതേപോലെ സലാം വിട്ടുന്നതിന് മുമ്പ് ഇമാമിനെ പിരിയുക, ഇമാമിനെ പിന്തുടരുമ്പോൾ വൈകി പിന്തുടരുക, പിന്നെ നിസ്കാരത്തിൽ സലാത്തുൽ ഖൗഫിലല്ലായിരുന്നുവെങ്കിൽ നിസ്കാരം ശരിയാകൂല. കൂടുതൽ ചലനങ്ങൾ, അനക്കങ്ങൾ, ഇത് പിന്തുന്നു, മുന്തുന്നു, ശത്രുവിനെ നിരീക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താലും സലാത്തുൽ ഖൗഫ് ആയതിനാൽ ആ നമസ്കാരം സാധുവാണത്, സലാത്തുൽ ഖൗഫിൽ അനുവദനീയവുമാണ്. അതല്ലാത്ത നമസ്കാരത്തിലായിരുന്നുവെങ്കിൽ ആ നമസ്കാരം തന്നെ ബാത്തിലാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും സലാത്തുൽ ഖൗഫിൽ വരെ ജമാഅത്തായിട്ടുള്ള നിസ്കാരം അത് അള്ളാഹു കൽപ്പിച്ചു. ആ നമസ്കാരം പോലും ജമാഅത്തായി നിസ്കരിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിഷ്കർഷത. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തോതി പല പണ്ഡിതന്മാരും ജമാഅത്തായിട്ടുള്ള നമസ്കാരം വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റു ഹദീസുകളും ഈ വിഷയത്തിൽ, അതേപോലെ ആയത്തുകളും പണ്ഡിതന്മാർ തെളിവുദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുള്ള സഹീഹിൽ ബാബു വുജൂബി സലാത്തുൽ ജമാഅത്ത് നമസ്കാരം നിർബന്ധമെന്നത് അറിയിക്കുന്ന അധ്യായം എന്ന് ഒരു അധ്യായം തന്നെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹസൻ ബസരി പറഞ്ഞതായി, ഇൻ മനഅതുഹു ഉമ്മുഹു അനിൽ ഇശാ ഫിൽ ജമാഅ ഷഫഖതൻ, ഒരു മകനോടുള്ള കനിവ് കാരണത്താൽ ഇഷ നമസ്കാരത്തിൻ്റെ ജമാഅത്തിൽ നിന്ന് ഒരു ഉമ്മ മകനെ തടഞ്ഞാൽ ലം യുതിഅഹ, ആ ഉമ്മയെ മകൻ അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ് ഫത്ഹിൽ, ഹകദ ബത്തൽ ഹുക്മ ഫി ഹദീൽ മസ്അല വകഅന്ന ദാലിക ലിഖുവതി ദലീലിഹ ഇൻദഹു. ഹസൻ ബസരി മസ്അലയിൽ വിധി ഖണ്ഡിതമായിട്ട് പ്രസ്താവിച്ചു. അതായത് ഉമ്മ ഇശ നമസ്കാരത്തിന് പോണ്ട എന്ന് പറഞ്ഞ് തടയണമെങ്കിൽ ഉമ്മയെ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കൽ വാജിബായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി തീർപ്പ് കൽപ്പിക്കുവാൻ ഹസനുൽ ബസരിയെ പ്രേരിപ്പിച്ചത് വകഅന്ന ദാലിക ലിഖുവതി ദലീലിഹ ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആ മസലക്കുള്ള തെളിവിൻ്റെ ബലം കാരണത്താലാണ് എന്നാണ്. ഹസനുൽ ബസരി തന്നെ ഒരു മസാല പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ് നാം വായിക്കുക. ഫിറജുലി യസൂമു ഫതഅമുറുഹു ഉമ്മുഹു അൻ യുഫ്തിർ, ഒരു വ്യക്തി നോമ്പെടുക്കുന്നു, ഐച്ഛികമായി സുന്നത്തായി നോമ്പെടുക്കുന്നു. ആ വ്യക്തിയുടെ വിഷയത്തിലാണ് ഹസനുൽ ബസരി പറയുന്നത് ഫതഅമുറുഹു ഉമ്മുഹു അൻ യുഫ്തിർ, ഉമ്മ ആ മകനോട് നോമ്പ് മുറിക്കാൻ പറയാണ്. ഖാല ഫൽ യുഫ്തിർ വലാ ഖദാ അലൈഹി, സുന്നത്ത് നോമ്പ് മുറിക്കാൻ ഇമ്മ കൽപ്പിച്ചാൽ, മാതാവ് കൽപ്പിച്ചാൽ അവൻ നോമ്പ് മുറിക്കട്ടെ, അവന് ഖദാ വീട്ടേണ്ടതില്ല. വലഹു അജ്റുസു വ അജ്റുൽ ബിർ, അയാൾക്ക് നോമ്പെടുത്ത കൂലിയും കിട്ടും, മാതാവിന് പുണ്യം ചെയ്ത കൂലിയും കിട്ടും. സുന്നത്ത് നോമ്പ് മാതാവ് മുറിക്കാൻ പറഞ്ഞാൽ അവൻ മുറിക്കയായാൽ. ഖീല ഫതൻഹാഹു അൻ യുസല്ലി അൽ ഇശാ ഫി ജമാഅ, ആ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ ഇഷ ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ മകനെ വിലക്കുകയാണ്, വിരോധിക്കുകയാണ്. ഖാല ഹസൻ ബസരി പറയാണ് ലൈസ ദാലിക ലഹ ഹാദിഹി ഫരീദ, ഇഷ നമസ്കാരത്തിൽ നിന്ന് മകനെ തടുക്കാൻ ഉമ്മാക്ക് പാടുള്ളതല്ല. എന്തുകൊണ്ട്? ഹാദിഹി ഫരീദ, ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇത്തരം ഹദീസുകൾ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ഹദീസുകളുടെ തേട്ടം, വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ വിധി, ഇതൊക്കെ മുഖവിലക്കെടുത്ത് പണ്ഡിതന്മാർ ജമാഅത്തായിട്ട് നമസ്കരിക്കൽ വ്യക്തിപരമായി നിർബന്ധമാണ്, ഒഴിവുകഴിവില്ലാത്ത കാലത്തോളം എന്ന് ഉണർത്തി. ജമാഅത്തിൽ നിന്ന് പിന്തുവാനുള്ള ഒഴിവുകഴിവുകൾ എന്താണ്? അത് ഗ്രന്ഥകാരൻ അവസാനമായി പറയുന്ന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ മനസ്സിലാക്കാം. ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്ൻ അൽ ഹസൻ ഇബ്ൻ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി തുടരുന്നു, യഉമ്മു ഫീഹൽ അഖ്റഉ, യഉമ്മു ഫീഹ അന യഉമ്മു ഫി സലാത്തുൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമ് നിൽക്കും. അൽ അഖ്റഉ, ഏറ്റവും ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി, ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി. സുമ്മൽ അഅലമു, പിന്നീട് ഏറ്റവും സുന്നത്തിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് അറിവുള്ള ആൾ. സുമ്മൽ അസന്നു, അതായത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ കഴിവുള്ള ആളില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ദീൻ അറിയുന്ന വ്യക്തി. സുമ്മൽ അസന്നു, ഇനി ദീൻ അറിയുന്ന വ്യക്തി ഇല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ കൂട്ടത്തിൽ പ്രായമുള്ള വ്യക്തി. സുമ്മൽ അഷ്റഫു, പിന്നീട് ഏറ്റവും ഷരീഫായ വ്യക്തി, പ്രായാധിക്യമുള്ള വ്യക്തി ഇല്ല എങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ഷരീഫായ വ്യക്തി. അയാളുമില്ല എങ്കിൽ സുമ്മൽ അഖ്ദമു ഹിജ്റതൻ, പിന്നീട് ഹിജ്റ പോയവരിൽ ഏറ്റവും ആദ്യം ഹിജ്റ പോയ വ്യക്തി ആരാണ് ഉള്ളത്, അയാളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഇവിടെ ഈ ഒരു വരിയിൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമും പിന്നെ മഅ്മൂമീങ്ങളും, അപ്പോൾ ആര് ഇമാമ് നിൽക്കും? ആൾക്കൂട്ടത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൽ സംഘടിക്കാൻ വന്നവർ, അതിൽ ആര് ഇമാമ് നിൽക്കും? അവിടെയാണ് ഗ്രന്ഥകാരൻ പറയുന്നത് യഉമ്മു ഫീഹൽ അഖ്റഉ, ഏറ്റവും ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി. അങ്ങനെ വ്യക്തി ഇല്ല എങ്കിൽ
സുമ്മൽ ആലമു സുമ്മൽ അസന്നു സുമ്മൽ അഷ്റഫു സുമ്മൽ അഖ്ദമു ഹിജ്റതൻ. ഈ വിഷയത്തിൽ അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യ ഉമ്മുൽ ഖൗമ അഖ്റഉഹും, ഒരു വിഭാഗത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് അവരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചവൻ, ഹിഫ്ളാക്കിയവൻ, പാരായണം ചെയ്യുന്നവൻ ആകുന്നു. ഫൈൻ കാനു ഫിൽ ഖിറാഅത്തി സവാഅൻ ഫഅലമുഹും ബിസ്സുന്ന, ഖിറാഅത്തിൽ ഒരുപോലെയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് അറിയുന്ന വ്യക്തി. ഫൈൻ കാനു ഫി സുന്നത്തി സവാ, സുന്നത്ത് അറിയുന്ന വിഷയത്തിൽ തുല്യരാണ് എങ്കിൽ ഫഅഖ്ദമുഹും ഹിജ്റതൻ, ഹിജ്റയിൽ മുൻകടന്നവൻ. ഫൈൻ കാനു ഫിൽ ഹിജ്റത്തി സവാ, ആ കൂട്ടത്തിൽ ഹിജ്റ നടത്തിയവർ എല്ലാവരും ഒരുപോലെയാണ് എങ്കിൽ ഫഅഖ്ദമുഹും സിൽമൻ, ഇസ്ലാമിലേക്ക് മുൻകടന്നവൻ ആര്? സിൽമൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമൻ. ഇവിടെ ചില റിപ്പോർട്ടുകളിൽ സിന്നൻ എന്നുണ്ട്, പ്രായത്തിൽ മൂത്തവൻ ഇമാമത്ത് നിൽക്കട്ടെ. ഇവിടെ അഖ്റഇനെയാണ് മുന്തിപ്പിച്ചത്. അൽ അഖ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി. അംറു ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു കുൻതു ഗുലാമൻ ഹാഫിളൻ ഫഹഫിൾതു മിൻ ദാലിക ഖുർആനൻ കസീറൻ, അദ്ദേഹം ഖുർആൻ ഹിഫ്ള് ഉള്ള കുട്ടിയായിരുന്നു, കുറേ ഖുർആൻ അദ്ദേഹം ഹിഫ്ളാക്കിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപ്പ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു വഫ്ദായി, നിവേദക സംഘമായി അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരോടൊപ്പം ചെന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു. തിരുനബി അവരോട് പറഞ്ഞത്, യ ഉമ്മുക്കും അഖ്റഉക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചവർ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ എന്നാണ്. മടങ്ങി പോരുന്ന സമയമുള്ള റസൂലുള്ളാഹിന്റെ വസിയത്ത്. അംർ ഇബ്നു സലമ പറയാണ്, വകുൻതു അഖ്റഅഹും, ഞാനായിരുന്നു അവരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി. ലിമാ കുൻതു അഹ്ഫദ്, ഞാൻ ഖുർആൻ മനഃപ്പാടമാക്കിയിരുന്നതിനാൽ. ഫഖദ്ദമൂനി ഫകുൻതു അഉമ്മുഹു വഅലയ്യ ബുർദത്തുൻ ലി സഗീറത്തുൻ സഫ്ര ഫകുൻതു ഇദാ സജദ്തു തകശഫത് അന്നി. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് പ്രായമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഖുർആൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ ഇമാമത്ത് നിർത്തുമായിരുന്നു. ഒരു മഞ്ഞ കളറിൽ ഒരു ബുർദ, പുതപ്പായിരുന്നു എനിക്ക് വസ്ത്രമായിട്ടുണ്ടായിരുന്നത്. ഞാൻ സുജൂദ് ചെയ്താൽ അത് എന്നെ തൊട്ട് നീങ്ങിപ്പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, നിങ്ങൾ പ്രായം കുറവാണ്, പക്ഷേ എന്നാലും ഖുർആൻ അറിഞ്ഞിരുന്നത് കാരണത്താൽ, പഠിച്ചിരുന്നത് കാരണത്താൽ അദ്ദേഹത്തെ ആയിരുന്നു ഇമാമത്തിന് മുന്തിപ്പിച്ചിരുന്നത്. ഏതായാലും ഇമാമത്തിന് ആരാണ് ഏറ്റവും യോഗ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽ അഖ്റ, ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാടമാക്കി ഖുർആൻ പഠിച്ച വ്യക്തിയാരോ അവൻ എന്നുള്ളതാണ്. ഇവിടെ ഗ്രന്ഥകാരൻ സുമ്മൽ ആലമു സുമ്മൽ അസന്നു, അതൊക്കെ ഹദീസിൻ്റെ ലഫ്ലുകൾ വായിക്കുന്നുണ്ട്. സുമ്മൽ അഷ്റഫു എന്ന് പറഞ്ഞു, പിന്നീട് ഏറ്റവും ഷറഫുള്ളവൻ. ഷരീഫ് അഷ്റഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇമാമത്തിൻ്റെ വിഷയത്തിൽ 2 ഇമാമത്തുണ്ട്. അല്ലെങ്കിൽ ഇമാമത്തുൽ കുബ്രയും മറ്റൊന്നിൽ ഇമാമത്ത് സുഗ്റയും. അല്ല ഇമാമത്തുൽ കുബ്ര എന്ന് പറഞ്ഞെങ്കിൽ ഖിലാഫത്താണ്, ഭരണ നേതൃത്വം. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖിലാഫത്ത് ഫി ഖുറൈഷ്, ഖുറൈശികളിൽ അർഹരായവരുണ്ട് എങ്കിൽ ഖിലാഫത്ത് അവരിലാണ് നിലനിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഖിലാഫത്തിന് ഖുറൈശികളിൽ തന്നെയും ബനു ഹാഷിം, അവരാണ് ഏറ്റവും ഷറഫാക്കപ്പെട്ട ഉപഗോത്രം. അപ്പോൾ അവരെയാണ് അതിന് മുന്തിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനോട് ഖിയാസാക്കി താരതമ്യപ്പെടുത്തിയിട്ട് ഇമാമത്ത് സുഗ്റ, ചെറിയ ഇമാമത്താണ് നമസ്കാരത്തിലെ ജമാഅത്തിൽ ഇമാമം നിൽക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ, അങ്ങനെയുള്ള വ്യക്തികളെ മുന്തിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ സുമ്മൽ അഖ്ദമു ഹിജ്റതൻ, പിന്നെ ഏറ്റവും ഹിജ്റയാൽ മുന്തിയവർ, അത് ഒന്നുകിൽ അഖ്റാവ്, അലമ്, അസന്നൊക്കെ ആയവർ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ മുന്തിപ്പിക്കുന്ന വിഷയമാണ്. അല്ല അഖ്റ, ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്നവർ കുറേ ഉണ്ട് എങ്കിൽ അവരിൽ സുന്നത്ത് ഏറ്റവും കൂടുതൽ അറിയുന്നവരെ, ഇസ്ലാം കൂടുതൽ അറിയുന്നവരെ മുന്തിപ്പിക്കുക. അവരും കുറേ ഉണ്ട്, അപ്പോൾ പ്രായത്തിൽ മുതിർന്നവരെ മുന്തിപ്പിക്കുക. ഇങ്ങനെ അതില്ല, പാരായണം കൂടുതൽ ചെയ്യുന്ന ആളില്ല എങ്കിൽ അപ്പോൾ മുന്തിപ്പിക്കേണ്ടത്. അങ്ങനെയും ഈ ഒരു വരിയെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഗ്രന്ഥകാരൻ പറഞ്ഞു, യഉമ്മു ഫിഹൽ അഖ്റഉ സുമ്മൽ അഅലമു സുമ്മൽ അസന്നു സുമ്മൽ അഷ്റഫു സുമ്മൽ അഖ്ദമു ഹിജ്റതൻ. തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നു, ഖുദ്ദാമൽ മഅ്മൂമി ഇൻ കാന റജുലൻ, മഅ്മൂമിൻ്റെ മുമ്പിലാണ് നിൽക്കേണ്ടത്. ഇൻ കാന റജുലൻ, ഇമാമ് പുരുഷനാണെങ്കിൽ മഅ്മൂമിൻ്റെ മുമ്പിലായിരിക്കണം ആ ഇമാം നിൽക്കേണ്ടത്. വമഅഹുന്നൽ മർഅതു, ഇമാമ് സ്ത്രീയാണ് എങ്കിൽ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കേണ്ടത്, മുന്തി നിൽക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് ഒപ്പം ലൈനിൽ നിൽക്കുക. വയസിഹു അൻ യമീനിഹി വയസാരിഹി, ഇമാമിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നമസ്കരിക്കുന്നത് ശരിയാകും. ഒരു ഇമാമുണ്ട്, ഇമാമിൻ്റെ വലതുഭാഗത്തും നിൽക്കാം, ഇടതുഭാഗത്തും നിൽക്കാം. വല യഖിഫുൽ വാഹിദു അൻ യസാരിഹി, ഒരു മഅ്മൂമാണുള്ളത് എങ്കിൽ ഇമാമിൻ്റെ ഇടതുഭാഗത്ത് നിൽക്കരുത്. ഇവിടെ വല യഖിഫുൽ വാഹിദു അൻ യസാരിഹി,
മഅ്മൂം ഒരാളാണ് എങ്കിൽ ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കരുത് എന്നാണ്. അത് പറയാൻ കാരണം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു ഹദീസാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു രാത്രി ഞാൻ നമസ്കരിച്ചു. ഫഖുംതു അൻ യസാരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് ഭാഗത്ത് ഞാൻ നിന്നു. അപ്പോൾ ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഅസി മിൻ വറാഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ തല എൻ്റെ പിന്നിൽ നിന്ന് പിടിച്ചു. ഫജഅൽനി അൻ യമീനിഹി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തിരുദൂതരുടെ വലതു ഭാഗത്ത് നിർത്തുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ തന്നെ കാണാം ഫഅഖദ ബിയദി ഫജറനി ഫജഅലനി ഹിദാഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈ പിടിച്ചു, തല പിടിച്ചതിന് ശേഷം പിന്നെ കൈ പിടിച്ചിട്ടുണ്ടാവാം. ഫഅഖദ ബിയദി ഫജറനി, അങ്ങനെ റസൂലുള്ളാഹി എന്നെ വലിച്ചു. ഫജഅലനി ഹിദാഅഹു, എന്നിട്ട് റസൂലുള്ളാഹിനെ നേരെ നിർത്തി എന്നാണ്. റസൂലുള്ളാഹിനെ നേരെ ഒരാളാകുമ്പോൾ ഇമാമിനോടൊപ്പം മഅ്മൂം നേരെ നിൽക്കുക എന്നുള്ളതാണല്ലോ. അത് ഈ ഹദീസ് പ്രകാരമാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചില അസറുകളിൽ കാണാം വഖഫ റജുലൻ വറാഅ ഉമറ, ഉമറിൻ്റെ പിന്നിൽ ഒരു വ്യക്തി നിസ്കരിച്ചു, ഒരു വ്യക്തി. അപ്പോൾ ഫഖറബഹു, ഉമർ എന്ത് ചെയ്തു, ആ വ്യക്തിനെ അടുപ്പിച്ചു തന്നിലേക്ക്. ഹത്ത ജഅലഹു ഹിദാഅഹു അൻ യമീനിഹി, ഉമർ അദ്ദേഹത്തെ തൻ്റെ വലതു ഭാഗത്ത് തന്നെ നേരെ നിർത്തുകയുണ്ടായി എന്നാണ്. അപ്പോൾ മഅ്മൂം ഒരു വ്യക്തിയാണ് എങ്കിൽ ഇമാമിന് നേരെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ വമഅഹുന്നൽ മർഅത്തു എന്ന് പറഞ്ഞില്ലേ, സ്ത്രീയാണ് ഇമാമ് എങ്കിൽ വമഅഹുന്ന, സ്ത്രീകളോടൊപ്പമാണ് ആ ഇമാമത്ത് നിൽക്കേണ്ടത്, സ്ത്രീ നിൽക്കേണ്ടത്, മുന്താൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു പുരുഷൻ മാത്രമാണ് മഅ്മൂം എങ്കിൽ മഅ്മൂം നേരെ നിൽക്കണം, മഅ്മൂം ഇമാമിനോട് അടുത്ത് വലത് ഭാഗത്ത് നേരെ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ. അതേ ഹാലിലായിരിക്കും സ്ത്രീകൾ കുറേ ഉണ്ട്, അവരുടെ ഇമാമ്, സ്ത്രീകളിൽ നിന്നുള്ള ഇമാമ് നിൽക്കേണ്ടത്. അവർക്കിടയിൽ റായിത്ത അൽ ഹനഫിയ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ അമ്മത് നിസ്വതൻ ഫിൽ മക്തൂബ, ഒരു നിർബന്ധ നമസ്കാരത്തിൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ സ്ത്രീകൾക്ക് ഇമാമത്ത് നിന്നു. ഫഅമ്മത്തുഹുന്ന ബൈനഹുന്ന വസതൻ, ആ സ്ത്രീകൾക്കിടയിൽ മധ്യത്തിലായി ആയിഷ ആ സ്ത്രീകൾക്ക് ഇമാമായി നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ സ്ത്രീകൾ കുറേ പേരുണ്ട് എങ്കിൽ ഒരു സ്ത്രീ മധ്യത്തിൽ ഇമാമത്ത് ആയി നിൽക്കുക, അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നേരെ സ്ത്രീകൾ അണിനിരക്കുക എന്നുള്ളതാണ്. അമ്മത്തുഹുന്ന വഖാമത്ത് ബൈനഹുന്ന ഫി സലാത്തിൽ മക്തൂബ്, അങ്ങനെയുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്ത്രീകൾക്ക് ഇമാമത്ത് നിന്നു, അവർക്കിടയിൽ നിർബന്ധ നമസ്കാരത്തിൽ അവർ നിന്നു എന്നുള്ളതാണ്. ഹുജൈറ ബിൻതുൽ ഹുസൈൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അമ്മത്ന ഉമ്മു സലമ ഫി സലാത്തിൽ അസർ ഖാമത്ത് ബൈനന, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഞങ്ങൾക്ക് അസർ നമസ്കാരത്തിൽ ഇമാമത്ത് നിന്നു, അവർ ഞങ്ങൾക്കിടയിലായിരുന്നു നിന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ വബൈനഹുന്ന എന്ന് പറഞ്ഞില്ലേ, അവർക്കിടയിൽ വമഅഹുന്ന അൽ മർഅത്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു തെളിവുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടയാലും ഗ്രന്ഥകാരൻ പറഞ്ഞു വലാ യഖിഫുൽ വാഹിദു അൻ യസാരിഹി, ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് ഒരാൾ നിൽക്കരുത്, ഒരാളാണ് മഅ്മൂമെങ്കിൽ. വൽ മർഅത്തുൽ വാഹിദത്തു തഖിഫു ഖൽഫഹു, വൽ മർഅത്തുൽ വാഹിദത്തു, ഒരു സ്ത്രീയാണ് മഅ്മൂമായിട്ടുള്ളത് എങ്കിൽ തഖിഫു ഖൽഫഹു, ഇമാമിൻ്റെ പിന്നിലാണ് നിൽക്കേണ്ടത്, ഇമാമിൻ്റെ പിന്നിൽ നിൽക്കും. അപ്പോൾ ഒരു പുരുഷനാണ് മഅ്മൂമെങ്കിൽ എന്തെന്ന് നമ്മൾ പറഞ്ഞു. നീ ഒരു സ്ത്രീയാണ് മഅ്മൂമത്തായിട്ടെങ്കിൽ ഇമാമിൻ്റെ പിന്നിലാണ് നിൽക്കുക. സ്ത്രീകൾ പുരുഷന്മാരോടൊത്ത് നിസ്കരിക്കുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സലാത്ത് ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ പുരുഷന്മാരുടെ സഫ് ഏറ്റവും ഉത്തമമായത് ആദ്യത്തേതാണ്, അതിലേറ്റവും മോശമായത് അവസാനത്തേതാണ്. സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും ഉത്തമമായത് അവസാനത്തേതാണ്, അതിലേറ്റവും മോശമായത് ആദ്യത്തേതാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ സ്ത്രീകൾ പിന്തലാണ് ഉത്തമം എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ മാത്രമാണ് നിസ്കരിക്കാനെങ്കിൽ പുരുഷൻ്റെ പിന്നിലാണ് ആ സ്ത്രീ നിൽക്കേണ്ടത്. അവസാനം ഗ്രന്ഥകാരൻ പറയുന്നു വയുഉദറു ഫിൽ ജമാഅത്തി, ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഒഴിവുകഴിവ് നൽകപ്പെടും, അല്ലെങ്കിൽ ഒഴിവുകഴിവുണ്ടാകും. എങ്ങനെ? ബികുല്ലി ഉദ്രിൻ, എല്ലാ ഒഴിവുകഴിവുകൊണ്ടും. എങ്ങനെയുള്ള ഒഴിവുകഴിവ് തഅളുമു മഅഹു അൽ മശഖ്ഖത്തു ബിൽ ഹുദൂർ, ജമാഅത്തിൽ പങ്കെടുക്കുവാൻ പ്രയാസം കടുക്കുന്ന നിലക്കുള്ള. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ പ്രയാസം കടുത്ത രീതിയിൽ ആകുന്ന എല്ലാ ഉദ്റ് കൊണ്ടും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരാൾക്ക് ഒഴിവുകഴിവ് നൽകപ്പെടും എന്നുള്ളതാണ്. ഇവിടെ ഗ്രന്ഥകാരൻ്റെ ഈ ഒരു ശൈലി ബോധ്യപ്പെടുത്തുന്നത് ജമാഅത്ത് നമസ്കാരം വ്യക്തിപരമായി വാജിബാണെന്ന് പറഞ്ഞു. ആ വാജിബ് അത് ഒഴിവാക്കുവാൻ ഇളവാർക്കാണ്? ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രയാസം
കഠിനമാകും വിധം ഒഴിവ് കഴിവുള്ള ആളുകൾക്കാണ്. അവർ ആരാണ്? ശക്തമായ ശൈത്യം, അതേപോലെ മഴ, ഇത് രണ്ടും ജമാഅത്തിൽ നിന്ന് പിന്തുവാനുള്ള ഒഴിവ് കഴിവാണ്. ഹദീസിൽ കാണാം, അന്ന ഇബ്നു ഉമർ അദ്ദന ബിസ്സലാത്തി ഫീ ലൈലത്തിൻ ദാതി ബർദിൻ വരീഹ്, നല്ല ശൈത്യവും കാറ്റുമുള്ള ഒരു രാത്രി ഇബ്നു ഉമർ ബാങ്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അലാ സല്ലു ഫി റിഹാൽ. എന്നിട്ട് ഓരോരുത്തരും താമസ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഉമർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയും തണുപ്പുമുള്ള രാത്രി, ഇദാകാനത്ത് ലൈലത്തുൻ ദാതു ബർദിൻ വമതറിൻ, തണുപ്പും മഴയുമുള്ള രാത്രി റസൂലുള്ളാഹി ബാങ്കിയോട് വിളിച്ചു പറയാൻ കൽപ്പിക്കുമായിരുന്നു, അലാ സല്ലു ഫി റിഹാൽ, എല്ലാവരും താമസ സ്ഥലത്ത് നമസ്കരിച്ചു കൊള്ളൂ എന്ന്. അതേപോലെ ഈ വൈകല്യങ്ങൾ, ന്യൂനതകൾ ഉള്ള വ്യക്തികൾക്ക് ജമാഅത്തിൽ നിന്ന് പിന്തുവാനുള്ള ഇളവുണ്ട്. ഉത്ബാൻ ഇബ്നു മാലിക്, അദ്ദേഹം പള്ളിയിൽ നിന്ന് വിട്ടായിരുന്നു, അദ്ദേഹം ബ്ലൈൻഡ്, അന്ധനുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലെ, താങ്കൾ വന്ന് എൻ്റെ വീട്ടിൽ എനിക്കൊരു നിസ്കാര സ്ഥലം നിസ്കരിച്ച് അറിയിച്ചു തരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബാൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അയിന തുഹിബ്ബു അൻ ഉസല്ലി, ഞാൻ എവിടെ നിസ്കരിക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ വീട്ടിൻ്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അവിടെ നിസ്കരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കാന യഉമ്മു ഖൗമഹു വഹുവ ആമ, അദ്ദേഹം ബ്ലൈൻഡായിരുന്നു, അന്ധനായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ആളുകൾക്ക് ഇമാമും നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒഴിവുകഴിവുകളുണ്ട് എങ്കിൽ അവർക്ക് നിസ്കരിക്കാം, ജമാഅത്തിൽ നിന്ന് പിന്തി വീട്ടിൽ താമസ സ്ഥലത്ത് നമസ്കരിക്കാം എന്നുള്ളതാണ്. അതേപോലെ ജമാഅത്തിൽ നിന്ന് പിന്തുവാനുള്ള ഒഴിവുകഴിവാണ് ഭക്ഷണം സന്നിഹിതമായി ഹാജരായി അത് കഴിക്കാൻ ആവശ്യകതയും താല്പര്യവും ജനിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഉദിഅൽ അശാ വ ഉഖീമത്തിസ് സലാഹ് ഫബ്ദഉ ബിൽ അശാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു, ഭക്ഷണം വിളമ്പി വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അശ കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞു. ഇതേപോലെ വിഷയത്തിൽ വേറെയും അസറുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ആവശ്യക്കാരനായിരിക്കും മുട്ടുണ്ടായിരിക്കെ അതിൽ ജമാഅത്തിൽ നിന്ന് പിന്താനുള്ളൊരു ഇളവാണ്. എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ ജമാഅത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളത്. ലാ സലാത്ത ബിഹദ്റത്തി ത്വാം വല ഹുവ യുദാഫിഉൽ അഖ്ബസാൻ, ഭക്ഷണം സന്നിഹിതമായിരിക്കെ നമസ്കാരമില്ല, മലമൂത്ര വിസർജനത്തിന് മുട്ടുണ്ടായിരിക്കെ നമസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒഴിവ് കഴിവുകൾ, അതിശൈത്യം, മഴ, ശക്തമായ കാറ്റ്, അതേപോലെ തന്നെ ശാരീരികമായി ഉണ്ടാകുന്ന കാഴ്ചയില്ലായ്മ പോലുള്ളതായ ന്യൂനതകൾ, ഇത്തരം ഒഴിവ് കഴിവുകളെ, അതേപോലെ നമ്മളിവിടെ കേട്ടതുപോലുള്ളതായ ഒഴിവ് കഴിവുകൾ, ഇതാണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉണർത്തുന്നത്. വയുഅ്ദറു ഫിൽ ജമാഅത്തി ബികുല്ലി ഉദ്റിൻ തഅ്ദുമു മഅഹുൽ മശഖ്ഖത്തു ബിൽ ഹുദൂർ എന്ന്. ഇനി നമുക്ക് ജുമുഅ നമസ്കാരം, ഈദ് നമസ്കാരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഗ്രന്ഥകാരൻ്റെ വരികളാണ് മനസ്സിലാക്കുവാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടർന്ന് പഠിക്കാം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.